എനിക്ക് എന്റെ സച്ചേട്ടൻ വേണം. പക്ഷെ ഇനിയും ഗോകുലിനെ വേദനിപ്പിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല. സംസാരിക്കുമ്പോ അതും കൂടി പറഞ്ഞേക്ക്. അപ്പോ അർച്ചനയ്ക്ക് ഊഹിക്കാമല്ലോ സച്ചിയുടെ മാനസികാവസ്ഥ. അമ്മയുടെ ആ അവസ്ഥ തന്നെയാ സച്ചി ഇതിനെ പ്രേരിപ്പിച്ചത്. അർച്ചന തിരിച്ച് വീട്ടിലെത്തിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന സച്ചി ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഗോകുൽ സാറിന്റെ ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ സച്ചി ചിന്തിക്കുന്നത് പോലുമില്ല. ഗോകുൽ സാർ ആത്മഹത്യ ചെയ്താൽ പോലും ഒരു പ്രശ്നമില്ലെന്ന നിലപാടാ സച്ചിയുടെ. ഞാൻ ആത്മഹത്യ ചെയ്താ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. ആരുടെ ആത്മഹത്യ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും തീർക്കാൻ പറ്റുന്നതുമല്ല. ഒരു വശത്ത് സ്വന്തം ഭർത്താവ്, മറുവശത്ത് 10 വർഷം തന്നെ സംരക്ഷിച്ച പുരുഷൻ. രണ്ടും കൂടി ഒരു തുലാസിൽ വെച്ച് നോക്കുമ്പോ ആർക്കായാലും മനസ്സൊന്ന് പതറിപ്പോവും. എന്റെ സച്ചേട്ടന് വേണ്ടിയിട്ടാ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ സച്ചേട്ടനിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോ ഗോകുലിനും കുടുംബത്തിനും ഒരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. ഞാനും ഒരു പെണ്ണല്ലേ, അർച്ചന പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണ്ടി കോടതി കയറാൻ ഞാൻ ഗോകുലിനെ അനുവദിക്കില്ല. അത്രയ്ക്ക് വലിയ പാപമൊന്നും ആ ഗോകുല് ചെയ്തിട്ടില്ല. ആ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഞാൻ ഇതുവരെയും ജീവിച്ചിട്ടില്ല. പക്ഷെ എന്നെ സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും അദ്ദേഹം ബലിയാടായ എനിക്ക് പിന്നെ സച്ചേട്ടനിലേക്ക് ചിലപ്പോ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് വരെ വരും. ഞാൻ സച്ചേട്ടന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ സച്ചേട്ടൻ ഈ കേസ് പിൻവലിക്കണം. ഞാൻ സച്ചിയോട് ഒന്നുകൂടി സംസാരിക്കാം. ഇപ്പൊ അർച്ചന സമാധാനമായിട്ട് പോ. സച്ചിയോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. എനിക്ക് എന്റെ സച്ചേട്ടൻ വേണം. പക്ഷെ ഇനിയും ഗോകുലിനെ വേദനിപ്പിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല. സംസാരിക്കുമ്പോ അതും കൂടി പറഞ്ഞേക്ക്. അഡ്വക്കേറ്റ് രാമോഹൻ സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മള് നേരിൽ കാണുന്നത് ആദ്യമാണെന്ന് മാത്രം. അവന്തിക അസോസിയേറ്റ്സിന്റെ ബിസിനസ് സംരംഭങ്ങളെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? നമ്മൾ പരിചയപ്പെടാൻ ഇങ്ങനെ ഒരു കേസ് വേണ്ടി വന്നു എന്ന് മാത്രം. ഈ കേസില് ഞാൻ പൂർണ്ണമായിട്ട് സാറിനെ വിശ്വസിക്കുക. കേസ് ഫയൽ ഞാൻ വായിച്ചു. അവന്തികയ്ക്ക് ഒരു ജീവപര്യന്തം വാങ്ങിത്തരാനുള്ള എല്ലാ വകുപ്പുകളും ഇതിനകത്തുണ്ട്. അതൊരു കള്ളക്കേസാണ് സാർ. മനഃപൂർവ്വം ആരോ മാഡത്തിനെ ഇതിൽ പെടുത്തിയതാണോ? അല്ല, കൊല്ലപ്പെട്ടത് അവന്തികയുടെ അമ്മാവനായിരുന്നു അല്ലേ? അതെ. അയാളുടെ ഭാര്യയും മകളെയാണ് ഇപ്പൊ നിങ്ങൾ തടവിൽ വെച്ചിട്ടുള്ളത് അല്ലേ? അവര് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ഞാൻ അവരെ പൂട്ടിയിട്ടു എന്നുള്ളത് ശരിയാ? ഏയ്, അത് ഇല്ലീഗലാണ്. പക്ഷേ തൽക്കാലം അവര് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ഗുണം ചെയ്യും. എന്നുവെച്ച് അവര് നമുക്ക് വേണ്ടി സാക്ഷി പറയുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല സാർ. രണ്ടെണ്ണം കാഞ്ഞ വിത്തുകളാ. എന്റെ കയ്യിൽ നിന്ന് പോയാ അവരെനിക്കെതിരെ സാക്ഷി പറയുന്നുള്ള കാര്യം ഉറപ്പാ. ആ, പിന്നൊരു കാര്യം, ആ CI രാജീവ് അവരന്വേഷിച്ച് പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം അവരവസാനം താമസിച്ചത് അവന്തികയുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അവന്തികയായിരിക്കും ഉത്തരവാദി. അതുകൊണ്ട് നമ്മുടെ ഈ കേസ് തീരുന്നത് വരെ അവരെ പുറത്ത് വിടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അവരിപ്പോ വളരെ സേഫായ ഒരു സ്ഥലത്താണ് സർ. പോലീസ് റെയ്ഡ് ഉണ്ടാവുന്ന അറിഞ്ഞോണ്ടാ ഞാൻ അങ്ങോട്ട് അവരെ മാറ്റിയത്. ഇനി എത്രയും പെട്ടെന്ന് ആ പരാതിക്കാരൻ സൂതൻ മേനോനെ കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഡിജിറ്റൽ എവിഡൻസുകളും ഫോറൻസിക് റിപ്പോർട്ടും സാക്ഷിമൊഴികളും എല്ലാം തന്നെ 100% അവന്തികയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമുക്ക് പരിമിതികളുമുണ്ട്. എനിക്കറിയാം സർ. പക്ഷെ എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റൂ. എന്തായാലും നമുക്കൊരു കളി കളിച്ച് നോക്കാം.
പക്ഷെ അതിനു മുമ്പ് ഈ സൂതൻ മേനോൻ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് എന്റെ മുമ്പിലെത്തണം ആദ്യം. എന്താ അതിന് പറ്റുമോ? പറ്റും സർ. എന്ത് വില കൊടുത്തും ഞാൻ അയാളെ സാറിന്റെ മുന്നിലെത്തിക്കും. ആ, അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഞാൻ ജയിപ്പിച്ചു തരാം. അല്ലെങ്കിൽ എനിക്ക് ഓരോറപ്പും തരാൻ സാധിക്കില്ല. മനസ്സിലായി സർ. എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്തിരിക്കും. ശരി, എന്താ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മൂർത്തി, മാഡം. സുഗതൻ മേനോൻ, അയാളുടെ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അയാൾ ആരാണെങ്കിലും എന്റെ മുന്നിലെത്തണം. അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞൂടാ. സാർ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാവും. എനിക്ക് അവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവന്തികയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ ഒന്നുകിൽ അവരെ തടങ്കലിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ അപായപ്പെടുത്താനും സാധ്യതയുണ്ട്. സാറിന് അവിടെ ചെന്നൊന്നും അന്വേഷിക്കാൻ പറ്റില്ലേ? ഒരു തവണ നമ്മളവിടെ സെർച്ച് ചെയ്തല്ലേ, അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ല. അവന്തിക ഒരുപക്ഷെ അവിടെ ആയിരിക്കില്ല, മറ്റെവിടെയെങ്കിലും ആയിരിക്കും അവരെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഉടനെ തന്നെ അവരെ കണ്ടുപിടിക്കാം. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം. അവരിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളെയാ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല സർ. അനിരുദ്ധന്റെ കേസിൽ അതിന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പിന്മാറും. അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അവന്റെ കൊലപാതകയ്ക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തേ ഞാൻ അടങ്ങൂ. ഇതുവരെ നിങ്ങളെക്കുറിച്ച് വലിയ സൂചനയൊന്നും അവന്തിയേക്ക് കിട്ടിയിട്ടില്ല. നോക്കി തന്നെയാണ് സർ ഞാനും കളിക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ അവർക്ക് പിടികൊടുക്കില്ല. എന്നെ അവർക്ക് പിടിക്കാനും പറ്റില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു റിട്ടേൺ കംപ്ലൈന്റ് തരണം. എന്തിനെ? സ്വന്തം സുഹൃത്തായ അനിരുദ്ധന്റെ കൊലപാതകളെ കണ്ടുപിടിക്കാൻ കോടതിയിൽ കേസ് കൊടുത്തതിനെ തുടർന്ന് സുഗതൻ മേനോൻ എന്ന നിങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന്. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. എന്താ അത് കറക്റ്റല്ലേ? ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പരാതിയും അവന്തിയേക്ക് ഒരു കുരുക്കാവും. എന്നെ കുറിച്ച് ഓർത്ത് ഭയന്നിട്ടല്ല. എങ്കിലും സാറ് പറഞ്ഞതുപോലെ ഒരു കംപ്ലൈന്റ് തയ്യാറാക്കി ഞാൻ അയച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് സാർ എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. താൻ വിഷമിക്കണ്ട, പോലീസ് 4 പാടും അരിച്ചു പറക്കുന്നുണ്ട്. എന്തായാലും അവരെ ഉടനെ തന്നെ പോലീസിന് കിട്ടും എന്നാണ് എന്റെ വിശ്വാസം. അവരെ കസ്റ്റഡിയിൽ കിട്ടിയ അവര് രണ്ടുപേരും അവന്തിക്കെതിരെ ഒരു മൊഴിയെന്ന ആ നിമിഷം ഞാൻ അവന്തിയെ കസ്റ്റഡിയിൽ എടുക്കും. ഇതിന്റെ പിന്നിൽ എനിക്കൊരു പേഴ്സണൽ കണക്കൂടി ഉണ്ടോ. എന്റെ ദേഹത്തുനിന്ന് വീണ ഓരോ തുള്ളി ചോരയ്ക്കും അവളെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും.